അമ്പലത്തിൽ RSSന്റെ ഗണഗീതം പാടിയതുകൊണ്ട് ഹിന്ദു മതത്തിന് അല്ലെങ്കിൽ അമ്പലത്തിലെ വിശ്വാസികൾക്ക് അവരുടെ മതവികാരം വ്രണപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. കാരണം അവിടെ പാടിയ ഒരു പാട്ടിലും ഹിന്ദു മതത്തിനെതിരെയോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിനെതിരെയോ ആയിട്ടുള്ള പാട്ടുകളല്ല. ഗണഗീതം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പരമപവിത്രമതാമീ മണ്ണിൽ എന്ന് പറഞ്ഞ ആ ഒരു പാട്ടിനെ പറ്റി അത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അത് എന്തിനെ പറ്റിയാണ് ആ പാട്ട് പറയുന്നത് എന്നുള്ള കാര്യം. ഒരു തരത്തിലും നമ്മുടെ ഒരു മതവിഭാഗത്തെ പോലും തള്ളിപ്പറഞ്ഞൊരു പാട്ടല്ല. അത് RSSന്റെ ഗണഗീതം ആണ്, അല്ലെങ്കിൽ ഒരു എന്താ അത് RSSന്റെ അജണ്ടയാണ് എന്നുള്ള രീതിയിൽ ആളുകൾ ആ പാട്ടിനെ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ദേശഭക്തി ഗാനം എന്നുള്ള നിലയിലാണ് ഈ പാട്ടിന്റെ വരവ്. പരമപവിത്ര മതമി മണ്ണിൽ നിന്നുള്ള പാട്ട് ഒരു ദേശഭക്തി ഗാനമാണ്. അത് ഈ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട രാജ്യസ്നേഹമുള്ളവര് അല്ലെങ്കിൽ ദേശസ്നേഹമുള്ള ഒരുമാതിരിപ്പെട്ടവരൊക്കെ പാടാറുണ്ട് ആ പാട്ട്. ആ പാട്ടിലെ വരികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം. ആ വരികളിലൊക്കെ ദേശസ്നേഹത്തെ പറ്റിയുള്ള വരികളേ ഉള്ളൂ, അല്ലാതെ രാജ്യദ്രോഹത്തെ പറ്റിയുള്ള വരികളൊന്നുമില്ല. രാജ്യദ്രോഹത്തെ പറ്റി അല്ലെങ്കിൽ ദേശസ്നേഹം ഇല്ലാത്ത ഏതെങ്കിലും ഒരു വരി ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, ഓക്കെ, ഈ പാട്ട് അമ്പലങ്ങളിൽ പാടാൻ പാടില്ല എന്നുള്ള കാര്യം.